പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഡൊമിനിക് മെസ്റ്റിരിയോ ആ ഷാർക്ക് കേജിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന ആ ഒരു ഭാഗം സ്ക്രിപ്റ്റഡ് ആയിരുന്നോ അതോ അപകടത്തിൽ സംഭവിച്ചതാണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗം തന്നെയായിരുന്നു. അത് കാരണമാണ് ആ ഒരു ഷാർക്ക് കേജിൻ്റെ ഉള്ളിൽ അവർ ആ ചങ്ങല വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ചങ്ങല കറക്റ്റ് കാലിൽ കുരുക്കി ഡൊമിനിക് മെസ്റ്റിരിയോ വീഴുന്ന പോലെ അഭിനയിച്ചു. ആ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം അതിൽ തൂങ്ങിക്കിടക്കുന്നു. ആ ഒരു സമയത്ത് റിയാ റിപ്ലി വന്നിട്ട് ആക്രമിക്കണം. പക്ഷേ അവർക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചത് ആ മത്സരം കൃത്യമായി അവർക്ക് എൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ലിക് മോർഗൻ വേഴ്സസ് റിയാ റിപ്ലി തമ്മിലുള്ള വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിച്ചു വരുന്നത്. ആ മത്സരം അവർക്ക് ആ സമയം വരെ കൃത്യമായി കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ റഗൽ റോഡ്രിഗസിൻ്റെ ആ ഒരു വരവ്, റഗൽ റോഡ്രിഗസ് വന്ന് റിയാ റിപ്ലിയെ ആക്രമിക്കുന്നത്, അവിടെ നിന്ന് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നത്. പക്ഷേ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചു എന്നുള്ളത് റഗൽ റോഡ്രിഗസ് മനസ്സിലാക്കാതെ റഗൽ റോഡ്രിഗസ് റിയാ റിപ്ലിക്കെതിരെ ആ ഒരു ഫിനിഷർ ചെയ്ത് പിന്നീട് ലിക് മോർഗനെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിയാ റിപ്ലിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ച് റിയാ റിപ്ലി ജയിച്ചിരുന്നു. എന്നാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ ലിക് മോർഗന് സാധിച്ചു. അപ്പോൾ ഈ ഒരു എൻഡിങ് കൃത്യമായിട്ട് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അതിമനോഹരമായിട്ടാണ് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. ഈ എൻഡിങ് കുറച്ച് മിസ്റ്റേക്കുകൾ കാരണം മോശമായതുകൊണ്ട് തന്നെ ഈ മത്സരത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ പറയുന്നില്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മത്സരം അതിഗംഭീരമായിരുന്നു. അതായത് സ്റ്റോറി അവർക്ക് പറഞ്ഞു പോകാൻ പറ്റിയിട്ടുണ്ട്. കൂടാതെ ഡൊമിനിക് മെസ്റ്റിരിയോയെ ആ തൂങ്ങിടക്കുന്ന ഭാഗത്ത് റിയാ റിപ്ലി പോയിട്ട് കെൻഡർ സ്റ്റിക്ക് കൊണ്ട് അടിക്കുന്ന രംഗമൊക്കെ ഒരു സ്റ്റോറി ലൈൻ കണക്ഷൻ ഉള്ളതായിരുന്നു. പക്ഷേ എന്തോ ആ എൻഡിങ് മോശമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ഒരു മത്സരത്തിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഡ്രൂ മാക്കൻഡയറിന് 16 സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ആദ്യ മത്സരം ഹെൽ ഇൻ എ സെൽ മത്സരമായിരുന്നു. CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കൻഡയർ തമ്മിലുള്ള അവരുടെ ഫ്യൂഡ് അനുസരിച്ചുള്ള ട്രിയോളജി മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിഗംഭീരമെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള മത്സരം, അതിഗംഭീര പ്രകടനം രണ്ട് റെസ്ലേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കാണാൻ സാധിച്ചു. ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന മൊമെൻറ്റ്, ടൂൾ ബോക്സിൽ ഓരോ ടൂൾ എടുത്തുകൊണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന മൊമെൻറ്റ്, ടൂൾ ബോക്സ് കൊണ്ട് ഡ്രൂ മാക്കൻഡയറിൻ്റെ തലയ്ക്ക് CM പങ്ക് അടിക്കുന്നതോട് കൂടിയിട്ടാണ് ശരിക്കും ഡ്രൂ മാക്കൻഡയറിൻ്റെ തല പൊട്ടുന്നത്. അവിടെ നിന്നാണ് പിന്നീട് മത്സരം അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് 16 സ്റ്റിച്ച് CM പങ്ക് കാരണം ഡ്രൂ മാക്കൻഡയറിൻ്റെ തലക്കിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഡ്രൂ മാക്കൻഡയർ വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള സ്റ്റോറി ഇതോടുകൂടി അവസാനിക്കുകയാണ്. എന്തായാലും ഡ്രൂ മാക്കൻഡയറും CM പങ്കും അടുത്ത റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാൻ സാധ്യത കുറവാണ്. അത്തരത്തിലാണ് അവരുടെ ആ ഒരു ഭാഗം കാണിച്ചിട്ടുള്ളത്. ചിലപ്പോൾ CM പങ്കിൻ്റെ ഒരു അപ്പിയറൻസ് കാണാൻ സാധിച്ചേക്കാം. ഡ്രൂ മാക്കൻഡയർ എന്തായാലും 1-2 റോ എപ്പിസോഡുകളിൽ വരാൻ സാധ്യതയില്ല. കാരണം ഡ്രൂ മാക്കൻഡയറിന് ഇനി കൃത്യമായിട്ടുള്ള ഒരു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. CM പങ്കിൻ്റെ നെക്സ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഗിന്തർ എന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ ചലഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. ഗിന്തറിന് അടുത്ത എതിരാളികളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും CM പങ്കിനെതിരെയുള്ള ഒരു മേജർ ഫ്യൂഡ് തന്നെയായിരിക്കും നമുക്ക് വൈകാതെ കാണാൻ സാധിക്കുക. സർവൈവർ സീരീസിലായിരിക്കും ആ ഒരു മത്സരം എന്നുള്ളൊരു റൂമറും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കൻഡയർ തമ്മിലുള്ള മത്സരം അതിഗംഭീരമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് ദി റോക്ക് എന്ന ഫൈനൽ ബോസിൻ്റെ തിരിച്ചറിവ്, അതിനുശേഷം റോക്ക് ആ പാസ് ചെയ്യുന്ന മെസ്സേജ്, അത് എന്താണ്, അത് ആർക്കെതിരെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. മെസ്സേജ് മറ്റൊന്നുമല്ല, 1, 2, 3 എന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന റോക്കിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ WWE ഇപ്പോൾ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. നാളെയോ മറ്റന്നാളോ ആയിട്ടാണ് ആ ഒരു വീഡിയോ WWE ഇവിടെ അൺലോക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിന്ന് അവർ കൊടുക്കുന്ന ഒരു ക്യാപ്ഷൻ, റോക്കിൻ്റെ ഒരു റിട്ടേണും റോക്ക് റോമൻ റെയിൻസിനെ നോക്കിയിട്ട് സ്റ്റെയർ ഡൗൺ, അങ്ങനെ അതായത് ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കി നിന്നിട്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോയി എന്നുള്ളതുമാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോക്കിൻ്റെ ഈ ഒരു മെസ്സേജ് റോമൻ റെയിൻസിനുള്ളതാണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിനെതിരെയുള്ള സ്റ്റോറി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റോക്ക് തിരികെ വന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. കൂടാതെ റോക്കിൻ്റെ ആ ഒരു മെസ്സേജ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത്, റോക്കിൻ്റെ ആ ഒരു മ്യൂസിക് ഡൗൺ ആയതിന് ശേഷം 1, 2, 3 എന്നുള്ളത് കൗണ്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ആ മ്യൂസിക് പിന്നെയും പ്ലേ ആകുന്നത്. അപ്പോൾ ആ ഒരു മ്യൂസിക് പ്ലേ ആക്കാൻ വേണ്ടിയിട്ട് 1, 2, 3 കാണിച്ചതായിരിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, റോമൻ റെയിൻസ് 3ാമത്തെ വട്ടമാണ് തുടർച്ചയായി കോഡി റോഡ്സിനെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ആക്രമിക്കുന്ന ആ ഒരു സമയത്ത് സേവ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് സമ്മർ സ്ലാമിൽ, രണ്ടാമത്തേത് സ്മാക്ഡൗണിൽ നടന്ന സ്റ്റീൽ കേജ് മത്സരം കഴിഞ്ഞതിന് ശേഷം, മൂന്നാമത്തേത് ഇപ്പോൾ ഇതാ ബാഡ് ബ്ലഡിലെ മത്സരം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ആ ഒരു കൗണ്ട് കൊണ്ട് 3 എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം.
മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൽ ഇപ്പോൾ 3 ആൾക്കാരാണുള്ളത്. അതായത് ബ്ലഡിനെതിരെ ഇപ്പോൾ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ആൾക്കാരുടെ ആ ഒരു നമ്പേഴ്സും റോക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. ജിമ്മി യൂസോ, റോമൻ റീൻസ്, കോഡി റോഡ്സ് അതും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. 4-മത്തെ ഒരു പോയിന്റ് ഉള്ളത് റസൽമേനിയ 40 ആദ്യ ദിവസത്തിലെ ടാഗ് ടീം മത്സരത്തിൽ റോക്കിന് കോഡി റോഡ്സിനെ പിൻ ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റോക്കിന് ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം എപ്പോൾ വേണമെങ്കിലും ചോദിച്ചു വാങ്ങാം. അത്തരത്തിലുള്ള ഒരു റൂളുണ്ട്. അപ്പോൾ ചാമ്പ്യനെ പിൻ ചെയ്തത് കൊണ്ട് തന്നെ 1, 2, 3 എന്നുള്ള ഒരു പിന്നിൻ്റെ ഒരു കാരണം കൂടിയായിരിക്കാം അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ അടുത്തതായി ചലഞ്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു മേജർ ചലഞ്ചറായി വരാൻ പോകുന്നത് താനാണ്, അല്ലെങ്കിൽ തൻ്റെ അടുത്ത ലക്ഷ്യം കോഡി റോഡ്സ് ആണ് എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ആ 1, 2, 3 കാണിക്കുന്നതിലൂടെ, ആ ഒരു ആംഗ്യം കാണിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചില പോയിന്റുകൾ തോന്നുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് റോക്ക് ഉദ്ദേശിച്ചതായിട്ട് തോന്നുന്നത്? അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.